അപ്പോൾ നമുക്കിന്നൊരു ടോണർ ഉണ്ടാക്കാമേ. തേയിലപ്പൊടിയും ഉലുവയൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂൺ ഉലുവയും 2 സ്പൂൺ തേയിലപ്പൊടി എടുക്കുക. 2 ഈക്വലായിട്ട് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണേ. അപ്പം ഇത് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഇത് 1 ഗ്ലാസ് ആക്കുക. 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ഓവർനൈറ്റ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാറാകുമ്പോഴത്തേനും അതിൻ്റെ സത്തും കാര്യങ്ങളും എല്ലാം ഫുൾ ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ. അപ്പം ഉലുവയുടെ തേയിലപ്പൊടിയുടെയൊക്കെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഉലുവ നമ്മൾ മുടിയുടെ താരനൊക്കെ കുറയ്ക്കും കേട്ടോ. തലയിലുള്ള താരൻ കുറയ്ക്കും. നമ്മുടെ തലയിലുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററിയും മൈക്രോബിയൽ ബാക്ടീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ തലയോട്ടിയിലെ ചൊറിച്ചിൽ മാറ്റും. പ്രോട്ടീൻസും അമിനോ ആസിഡും ഒക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടീനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മുടികളൊക്കെ പെട്ടെന്ന് കിളിക്കാനും സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് ചായപ്പൊടി. മുടി കൊഴിച്ചിൽ കുറയ്ക്കും. ആൻറ്റി ഓക്സിഡൻ്റാണ്. മുടിക്ക് നല്ല തിളക്കം നൽകും. വിറ്റാമിൻ ഇയും ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പം ഞാനിത് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ നേരത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഇഷ്ടം പോലെ സ്പ്രേ ബോട്ടിലാക്കണമെങ്കിൽ അങ്ങനെയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ പഞ്ഞി ഉപയോഗിച്ചിട്ട് തലയോട്ടിയിൽ നല്ലോണം തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്, എപ്പോഴായിരുന്നാലും ഒരു 10 മിനിറ്റ് തലയൊന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ ഇത് ഒരു 2 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് ഉപയോഗിച്ചെങ്കിൽ ബേബി ഹെയർസ് ഉണ്ടാകുന്നത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം മുടി കൊഴിച്ചിലും കുറയ്ക്കും. എല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കും. നമ്മുടെ മുടിക്ക് ഒരു പ്രത്യേക ഷൈനിങ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അതും മാറും. പിന്നെ ഈ രാത്രിയിൽ തേച്ച് കിടക്കുന്നവർ, തലനീരിറക്കം ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുമെന്നുള്ളവരോ, എന്നെപ്പോലെ തണുപ്പ് പറ്റാത്തവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പേ തലയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. പിന്നെ ഒരു സന്തോഷവാർത്ത പറയട്ടെ, നമ്മുടെ ചാനലിൽ 823 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.